ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. വീട് നിർമ്മാണത്തിനെന്ന പേരിൽ അനുമതി വാങ്ങി കുന്നിടിച്ച് മണ്ണ് കടത്താനുള്ള മണ്ണ് മാഫിയയുടെ നീക്കം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തടഞ്ഞു. 53 ലോഡ് മണ്ണ് നീക്കം ചെയ്യാനായി നൽകിയ പാസിന്റെ മറവിൽ 100 കണക്കിന് ലോഡ് മണ്ണാണ് പ്രദേശത്ത് നിന്ന് കടത്തിയത്. ഇത്തരത്തിൽ കടത്തിയ മണ്ണ് തണ്ണീർത്തടങ്ങൾ നികത്താനാണ് ഉപയോഗിച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം സ്ഥലത്ത് പരിശോധനയ്ക്കെത്തിയ പഞ്ചായത്ത് അധികൃതരെ മണ്ണ് മാഫിയ സംഘം തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. സംഭവ സ്ഥലത്ത് സഹായത്തിനായി വടക്കാഞ്ചേരി പോലീസിനെ വിളിച്ചെങ്കിലും അധികൃതർ നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ് ആരോപിച്ചു. ഒരു വീട് വെക്കാനായിട്ട് ഒരു ചെറിയ വണ്ടിയിൽ അവിടെയാണ് വിഷയം, മണ്ണ് നീക്കം ചെയ്യുന്നതിന് ഒരു പെർമിറ്റ് പഞ്ചായത്തിന് സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ പെർമിറ്റിന്റെ മറവിലാണ് ഈ സംഭവങ്ങൾ ഇത്രയും വലിയ. അപ്പൊ പെർമിറ്റ് കൊടുക്കുമ്പം പെർമിറ്റിന് കൃത്യമായി മണ്ണെടുക്കേണ്ട സ്ഥലം പഞ്ചായത്തിന്റെ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ അത് രേഖപ്പെടുത്തി കുറ്റിയടിച്ചു കൊടുത്തിട്ടുണ്ട്. മണ്ണെടുക്കേണ്ട സ്ഥലം അവിടെ മണ്ണെടുക്കാതെ കണ്ട് അതിന്റെ അപ്പുറത്തുള്ള കുന്ന് ഇടിച്ച് മണ്ണെടുത്തു എന്നാണ് സെക്രട്ടറിയും അതുപോലെ തന്നെ എയ്ക്കും ഒക്കെ അവിടെ കാണാൻ കഴിഞ്ഞത്, കൃഷി ഓഫീസർക്കും ഒക്കെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അവർ കൊടുത്ത ഈ ചെറിയ വണ്ടിക്ക് കൊടുത്തിട്ടുള്ള പാസ് അവർ പിൻവലിച്ചു. ആ പാസ് അവരുടെ നിന്ന് മേടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേ തുടർന്ന് അവര് ക്ഷുഭിതരായി. ഒരു സംഘം ആൾക്കാര് ഈ ഉദ്യോഗസ്ഥന്മാരുടെ നേരെ തട്ടിക്കേറി എന്ന് മാത്രമല്ല, പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ മുൻപിൽ മറ്റു വാഹനം കുറുകയിട്ട് ഇവര് പോകാത്ത തരത്തില് അവിടെ തടസ്സപ്പെടുത്തി എന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ സംഭവം ഉണ്ടായത് മിനിയാന്നാണ്. ഇന്നലെ ഞാൻ ഈ സംഭവത്തെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം നടത്തി. ഞാൻ അറിഞ്ഞപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയില് ഇത് സംബന്ധിച്ച് ഞാൻ വ്യക്തമായ അന്വേഷണം നടത്തി. കൃഷി ഓഫീസറുമായിട്ട് അന്വേഷണം നടത്തി, ബന്ധപ്പെട്ട എഞ്ചിനീയറുമായിട്ട് അന്വേഷണം നടത്തി, സെക്രട്ടറിയുടെ അന്വേഷണം നടത്തി. അപ്പോൾ ഇത് ഉണ്ടായ സംഭവങ്ങളെല്ലാം ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കാനുണ്ടായ കാരണം, ഈ സെക്രട്ടറി ഈ സംഭവം ഉണ്ടായ സമയത്ത് ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി പോലീസിനെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ഞങ്ങളെ ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നു, ഞങ്ങളുടെ വാഹനം തടഞ്ഞിരിക്കുന്നു, ഇതൊരു മണ്ണ് മാഫിയ സംഘമാണ് എന്ന് പോലീസിന് വിവരം കൊടുത്തപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് പെട്ടെന്ന് സംഭവ സ്ഥലത്ത് വരേണ്ടതിന് പകരം തികച്ചും ഒരു അനാസ്ഥയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് കണ്ടത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ആ അനാസ്ഥ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ത്? അവിടെ ഒരു അരമണിക്കൂറോളം അവിടെ കാത്തിരുന്നിട്ട് വീണ്ടും സെക്രട്ടറി പോലീസിനെ വിളിക്കുകയാണ്. പോലീസിനെ വിളിക്കുമ്പോൾ പോലീസ് ചോദിക്കുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ തടസ്സമില്ലല്ലോ. അപ്പൊ സംഭവ സ്ഥലത്ത് വരാത്ത പോലീസ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഇരുന്നും കൊണ്ട് ഇവിടെ തടസ്സമില്ല എന്ന് അവര് എങ്ങനെ അറിഞ്ഞു? കുറച്ചു കഴിഞ്ഞപ്പോ വാഹനത്തിന്റെ മുൻപിലിട്ടിരുന്ന വാഹനമൊക്കെ അവർ നീക്കം ചെയ്തു. അപ്പോൾ അവര് വാഹനത്തിന്റെ മുമ്പിലിട്ട് ഈ മണ്ണ് മാഫിയ സംഘം വാഹനം തടസ്സപ്പെടുത്തി വാഹനത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയ വാഹനങ്ങൾ നീക്കം ചെയ്തതൊക്കെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഇരുന്നും കൊണ്ട് പോലീസ് അറിയുന്നുണ്ട്. അപ്പോൾ ഈ മണ്ണ് മാഫിയ സംഘവും വടക്കാഞ്ചേരി പോലീസും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തില് വളരെ ശക്തിയായ പ്രതിഷേധമുണ്ട് പഞ്ചായത്തിന്. അതൊരു ശരിയായ നടപടിക്രമമാണോ? അപ്പോൾ അത്തരത്തിലുള്ള വളരെ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി, ഗസറ്റഡ് റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥ, ഗ്രാമപഞ്ചായത്തിന്റെ കൃഷിഭവൻ ഓഫീസറെ ഗസറ്റഡ് റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥ, ഗ്രാമപഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ,
ഇത്രയും ഉദ്യോഗസ്ഥന്മാര് അവരുടെ ഔദ്യോഗിക കളക്ടറേറ്റിൽ നിന്നും കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് പോയവരെ തടഞ്ഞു വെക്കുകയും അവർ ചെന്ന ഔദ്യോഗിക വാഹനം തടയുകയും ഒക്കെ ചെയ്തിട്ട് ആ സംഭവ സ്ഥലത്തൊന്നും വരാൻ പോലും പോലീസിന് അതിനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അത് എത്ര ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയായിട്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയായിട്ടാണ് അതിനെ കാണുന്നത്. പോലീസും മണ്ണ് മാഫിയ സംഘവും തമ്മിൽ ഒത്തുകളി നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് വീട് നിർമ്മാണത്തിനായി നൽകിയ പാസ് പഞ്ചായത്ത് തിരികെ വാങ്ങി. സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയതായി പ്രസിഡന്റ് NS വർഗീസ് അറിയിച്ചു. മണ്ണ് ഭൂമാഫിയ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം.